നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വിജയം കൈവരിക്കുമെന്ന് ഏകദേശം ഉറപ്പായി. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ക്യാമ്പിൽ ആരാവണം അടുത്ത മുഖ്യമന്ത്രി എന്നതിനെ ചൊല്ലി ഇപ്പോൾ ചർച്ചകൾ പുകയുന്നു. നേരത്തെ 90-ലധികം സീറ്റുകൾ ഇടതുപക്ഷത്തിന് കിട്ടുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പറഞ്ഞത്. ഇന്നലെ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ കുറച്ചുകൂടി യാഥാർത്ഥ്യബോധമുള്ളതാണ്. കേരളത്തിൽ പ്രത്യേകിച്ചൊരു ട്രെൻഡില്ല. 75-ന് മുകളിൽ സീറ്റ് നേടി കഷ്ടിച്ച് ഭരണം നിലനിർത്തുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. പല സീറ്റുകളും നഷ്ടപ്പെടുമത്രേ. 25 സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടുമെന്നാണ് LDFിന്റെ കണക്കുകൂട്ടൽ. ചിലപ്പോൾ അത് 35 വരെ എത്തിയേക്കാം. എന്നാൽ UDFിന്റെ കയ്യിലുള്ള 3 മുതൽ 5 സീറ്റുകൾ വരെ പിടിച്ചെടുക്കുമെന്ന് അവർ കണക്കുകൂട്ടുന്നു. പാർട്ടി വിട്ടവർ UDFിന് വേണ്ടി മത്സരിച്ച ഒരു സീറ്റിലും അവർ വിജയിക്കില്ല എന്ന് പുറമെ പറയുന്നുവെങ്കിലും അമ്പലപ്പുഴയിലും തളിപ്പറമ്പിലുമൊക്കെ പാർട്ടിക്ക് വലിയ ആശങ്ക. തളിപ്പറമ്പിൽ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള നഗരസഭാ പരിധിയിൽ അവർ അധികം വോട്ട് ചേർത്തത് LDFിനെ ഭയപ്പെടുത്തുന്നു. ലീഗിന്റെ സ്വാധീന മേഖലയിലെ പല ബൂത്തുകളിലും 90% മുകളിലാണ് വോട്ടിംഗ്. മറുവശത്ത് UDFിന്റെ വിലയിരുത്തൽ കൃത്യം. പല മന്ത്രിമാരും ഇക്കുറി തോൽക്കുമത്രേ. റോഷി അഗസ്റ്റിൻ, വീണ ജോർജ്, MP രാജേഷ് തുടങ്ങിയവരൊക്കെ പരാജയപ്പെടുമെന്നാണ് UDFിന്റെ വിലയിരുത്തൽ. UDFിന്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസ് ആണ് സമഗ്രമായ ഒരു വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത്. ഇതനുസരിച്ച് ഉറപ്പായും 80 സീറ്റിന് മുകളിൽ തങ്ങൾ എത്തും എന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ്. ഒരു വശത്ത് LDFിന്റെ ആത്മവിശ്വാസക്കുറവ്, മറുവശത്ത് UDFിന്റെ അമിത ആത്മവിശ്വാസം. പുറത്തുവരുന്ന പ്രവചനങ്ങളും ഒപ്പീനിയൻ സർവേകളുമൊക്കെ UDFിന് അനുകൂലം. ഇതിനിടയിൽ ചില ഏജൻസികൾ ഇപ്പോൾ കയ്യിലെടുത്തു വച്ചിരിക്കുന്ന എക്സിറ്റ് പോളുകളെക്കുറിച്ചുള്ള ഏകദേശ വിവരവും പുറത്തു വരുന്നു. എക്സിറ്റ് പോളുകളിൽ UDFിനാണത്രേ മുൻതൂക്കം. UDF ഉജ്ജ്വല വിജയം കൈവരിക്കുമെന്ന സൂചനകൾ പുറത്തു വരുമ്പോൾ ആരാണ് ഇതിന്റെ വിജയശില്പി എന്നതിനെ ചൊല്ലിയാണ് ഇപ്പോൾ തർക്കങ്ങൾ മുറുകുന്നത്. KC വേണുഗോപാലിന് വേണ്ടി ഒരു പ്രത്യേക ടീം ഇപ്പോൾ PR വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. മാധ്യമപ്രവർത്തകരും സോഷ്യൽ മീഡിയ വിദഗ്ധരുമടങ്ങുന്ന ഒരു ഉഗ്രൻ PR ടീമാണ് KC വേണുഗോപാലിന് വേണ്ടി ചരടുവലികൾ നടത്തുന്നത്. മറുവശത്ത് സതീശൻ ക്യാമ്പ് തിരിച്ചടി തുടങ്ങി. കേരള രാഷ്ട്രീയത്തിൽ മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത വിധം CPMന്റെ അടിത്തറയിളക്കിയ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളാണ് അണിയറയിൽ ആവിഷ്കരിച്ചതെന്നാണ് KC വേണുഗോപാൽ ക്യാമ്പ് പ്രചരിപ്പിക്കുന്നത്. അതിന്റെ ചാണക്യൻ KC എത്രേ. പതിറ്റാണ്ടുകളായി ചുവപ്പ് കൊടി പിടിച്ച് നടന്ന ഒരുപറ്റം കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ UDF പാളയത്തിലെത്തിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഗതിവിഗതികൾ മാറ്റിമറിച്ചതെന്ന പ്രചരണമാണ് അവർ നടത്തുന്നത്. G സുധാകരൻ, ഐഷ പോറ്റി, TK ഗോവിന്ദൻ തുടങ്ങിയ അധികായരെ UDF പക്ഷത്തെത്തിച്ചതിന് പിന്നിൽ KCയുടെ ചാണക്യ ബുദ്ധിയാണത്രേ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിന്ന് സംസ്ഥാനത്തുടനീളം പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചു KC വേണുഗോപാൽ എന്ന് ഈ വിഭാഗം പറയുന്നു. ഹൈക്കമാൻഡിന്റെ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ പരിപൂർണ പിന്തുണയാണ് KCക്കുള്ളതെന്നാണ് അവരുടെ പ്രചാരണം. മറുവശത്ത് KCയുടെ അപ്രതീക്ഷിത വരവിൽ തരിച്ചു നിൽക്കുകയാണ് സതീശൻ പക്ഷം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉറ്റുനോക്കുന്നത് 3 പേരാണ്: രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ. ഇതിൽ KC വേണുഗോപാൽ നിലവിൽ പാർലമെന്റ് അംഗമാണ്. എന്നാൽ AICCയിൽ KC വേണുഗോപാലിനുള്ള ശക്തമായ സ്വാധീനം. മറുവശത്ത് ഇത്തരം നിർണായക സ്ഥാനങ്ങളിലേക്ക് ആളെ തീരുമാനിക്കുന്നത് രാഹുൽ ഗാന്ധി നേരിട്ടായിരിക്കും. രാഹുൽ ഗാന്ധി ആവട്ടെ മത്സരരംഗത്ത് KC ഉള്ളപ്പോൾ മറ്റൊരു പേര് നിർദ്ദേശിക്കുമോ എന്നാണ് KC ക്യാമ്പിന്റെ ചോദ്യം. CPM വിമതരെ ഇളക്കി CPMനെ തളച്ച തന്ത്രത്തിന് പിന്നിൽ KC ആണോ? ഈ ചോദ്യം മറുവശത്തുയരുന്നു. KCയുടെ ഈ അവകാശവാദം പൊളിച്ചെടുക്കുകയാണ് സതീശൻ ക്യാമ്പ്. തികഞ്ഞ ഭരണവിരുദ്ധത കേരളത്തിൽ നിലനിന്നിരുന്നു. അതുകൊണ്ടാണ് CPM വിമതർക്ക് പോലും കളം പിടിക്കാൻ കഴിഞ്ഞത്. അമ്പലപ്പുഴയിലടക്കം ഓളം സൃഷ്ടിച്ചുവെന്നത് ശരി തന്നെ. അമ്പലപ്പുഴയിൽ സുധാകരൻ ജയിച്ചു വരുമെന്നും കണക്കുകൂട്ടലുകളുണ്ട്. എന്നാൽ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ശക്തമായ ചില അണിയറ പ്രവർത്തനങ്ങൾ നടന്നതിന്റെ ഫലമാണ് G സുധാകരന്റെ കടന്നുവരവ് എന്ന് ചെന്നിത്തല ക്യാമ്പ് വിശ്വസിക്കുന്നു. ഡൽഹിയിലെ തിരക്കുകൾക്കിടയിൽ കേരളത്തിൽ തമ്പടിച്ച് KC നടത്തിയ നീക്കങ്ങളുടെ ഫലമാണ് ഇപ്പോഴത്തെ വിജയമെന്ന് KC ക്യാമ്പ് പ്രചരിപ്പിക്കുന്നു. മുൻ CPM നേതാക്കളെ UDFിന്റെ പോർച്ചട്ട അണിയിച്ച് പടക്കളത്തിലിറക്കിയതിന്റെ ക്രെഡിറ്റ് ആർക്ക്? KCക്ക് അത് വെറുതെ അങ്ങ് വിട്ടുകൊടുക്കാൻ സതീശൻ ക്യാമ്പ് സമ്മതിക്കില്ല. മറുവശത്ത് രമേശ് ചെന്നിത്തലയ്ക്കും അതിന്റെ അവകാശവാദങ്ങൾ വേണമെങ്കിൽ ഉന്നയിക്കാം. G സുധാകരനെ പോലെ ഒരു നേതാവ് അമ്പലപ്പുഴയിൽ മത്സരിച്ചതിന് പിന്നിൽ KCയുടെ വർഷങ്ങൾ നീണ്ട നയതന്ത്രമുണ്ട് എന്നാണ് ആ കൂട്ടർ പ്രചരിപ്പിക്കുന്നത്.
ആലപ്പുഴയിലെ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി അറിയാവുന്നയാളാണ് KC. സുധാകരനുമായുള്ള വ്യക്തിപരമായ അടുപ്പം രാഷ്ട്രീയ നേട്ടത്തിന് വിജയകരമായി KC ഉപയോഗിച്ചു എന്ന ക്യാമ്പ് പ്രചരിപ്പിക്കുന്നു. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയും തളിപ്പറമ്പിൽ TK ഗോവിന്ദനും പയ്യന്നൂരിൽ PV കുഞ്ഞികൃഷ്ണനെയും ഒക്കെ ഒപ്പം നിർത്തിയതിനു പിന്നിൽ KCയുടെ ഒറ്റ ബുദ്ധിയാണ് എന്നങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ കഴിയില്ല. CPM-നെ തുടക്കം മുതൽ പ്രതിരോധത്തിലാഴ്ത്താൻ ഈ നീക്കം കൊണ്ട് വിജയിച്ചു എന്നാണ് KC ക്യാമ്പ് പറയുന്നത്. കണ്ണൂരിലെ CPM വിമതർ ഉയർത്തിയ ആരോപണങ്ങൾ സംസ്ഥാനത്തുടനീളം വലിയ രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റാൻ കോൺഗ്രസിനും കഴിഞ്ഞു. കേരള രാഷ്ട്രീയത്തിന് അത്ര പരിചിതമല്ലാത്ത പുതിയൊരു പ്രതിഭാസമാണ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. സാധാരണഗതിയിൽ വടക്കേ ഇന്ത്യയിലൊക്കെ നടത്തുന്നത് പോലെ കൂറുമാറ്റത്തിലൂടെ ഒരുപറ്റം നേതാക്കളെ UDF ക്യാമ്പിൽ എത്തിച്ച തന്ത്രം. എന്നാൽ ഈ നീക്കത്തിന് പിന്നിൽ KC മാത്രമല്ല. G. സുധാകരൻ, ഐഷ പോറ്റി, PK ശശി, TK ഗോവിന്ദൻ, PV കുഞ്ഞികൃഷ്ണൻ, സുരേഷ് കുമാർ, BN ഹസ്കർ തുടങ്ങി ആ പട്ടിക നീളുകയാണ്. പ്രചരണ രംഗത്ത് CPM-ഉം LDF-ഉം ഒക്കെ ഏറ്റവുമധികം വിയർത്തതും ഈ കൊഴിഞ്ഞുപോക്കിന് മറുപടി പറയാൻ. UDF-നെ ആക്രമിക്കുന്നതിനേക്കാൾ അവർ കൂടുതൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് ഇവരുടെ കൊഴിഞ്ഞുപോക്കിന്റെ പേരിൽ. കോൺഗ്രസ് ക്യാമ്പ് മുഖ്യമന്ത്രിയായി ആരെ തെരഞ്ഞെടുക്കും? കേരളത്തിൽ ഉയരുന്ന മുഖ്യ ചർച്ച ഇതുതന്നെ. സമൂഹ മാധ്യമങ്ങളിൽ വലിയ പോർവിളികളാണ് മുഴങ്ങുന്നത്. KC പക്ഷത്തിനെതിരെ VD സതീശൻ ക്യാമ്പ് ഉണർന്നു കഴിഞ്ഞു. രമേശ് ചെന്നിത്തല ഇപ്പോൾ പൂർണ്ണ നിശബ്ദനാണ്. കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം ഉള്ളം കൈയിലെന്നതുപോലെ പരിചിതമാണ് രമേശ് ചെന്നിത്തലയ്ക്ക്. രമേശ് ചെന്നിത്തല കൂടി ഇനി കളത്തിലേക്ക് ഇറങ്ങിയാൽ സംഭവം കൊഴുക്കും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും KC വേണുഗോപാലും തമ്മിൽ എന്തെങ്കിലുമൊക്കെ മുൻധാരണകളുണ്ടോ? KPCC അധ്യക്ഷനെ നിയമിക്കുമ്പോൾ KC വേണുഗോപാലിന് ചില വാക്കുകൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നൽകിയിരുന്നുവെന്നാണ് ഇപ്പോൾ അണിയറ സംസാരം. സണ്ണി ജോസഫ് KPCC പ്രസിഡന്റായി നിയമിതനായപ്പോൾ മറ്റു ചില വാക്കുകൾ KCക്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതൊരു രാഷ്ട്രീയ ചതിവാണ്. ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തുകയാണ് രമേശ് ചെന്നിത്തല പക്ഷവും മറുവശത്ത് VD സതീശൻ പക്ഷവുമൊക്കെ. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെ യുവനേതാക്കളെ ഒപ്പം നിർത്തി കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീന ശക്തിയായി മാറിയിരുന്നു ഇടക്കാലത്ത് VD സതീശൻ. എന്നാൽ പൊടുന്നനെ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ഒക്കെ KC തട്ടിയെടുത്തു. KC ക്യാമ്പ് ചടുലമായ നീക്കങ്ങളാണ് കഴിഞ്ഞ 2 വർഷമായി കേരളത്തിൽ നടത്തിയത്. യുവ നേതൃനിരയിലുള്ള ഒരുപിടി ആളുകളെ തങ്ങളുടെ ക്യാമ്പിലെത്തിച്ചു. മറുവശത്ത് ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ KC പക്ഷത്തിന് വലിയ മുൻതൂക്കം വരാൻ അവർ പരിശ്രമിച്ചിരുന്നു. എന്നാൽ പൊതുവെ നേരത്തെ വിജയിച്ചു വരുന്ന കോൺഗ്രസ് MLA-മാരിൽ പലരും രമേശ് ചെന്നിത്തല പക്ഷവുമായി അടുപ്പം സൂക്ഷിക്കുന്നവരാണ്. A ഗ്രൂപ്പിൻ്റെ നീക്കങ്ങൾ എങ്ങനെയെന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നു. KC പക്ഷം പ്രചരിപ്പിക്കുന്നത് A ഗ്രൂപ്പ് KC പക്ഷത്തിനൊപ്പമെന്ന്. എന്നാൽ A ഗ്രൂപ്പ് ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാടുകൾ ഒരു തരത്തിലും വ്യക്തമാക്കുന്നില്ല. മുഖ്യമന്ത്രി ആരാവണമെന്നത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നമാണ് എന്ന നിലപാടാണിപ്പോൾ മുസ്ലിം ലീഗിന്. എന്നാൽ മുസ്ലിം ലീഗിൻ്റെ പേര് പറഞ്ഞ് ചിലർ കളിക്കാനിറങ്ങുന്നു. KC പക്ഷത്തിന് മുസ്ലിം ലീഗിൻ്റെ പിന്തുണയുണ്ട് എന്നാണ് അവരുടെ പ്രചരണം. മറുവശത്ത് VD സതീശന് വേണ്ടി മുസ്ലിം ലീഗ് അത്ര കട്ടയ്ക്ക് ഇറങ്ങുന്നുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ MLA-മാരായി തെരഞ്ഞെടുക്കപ്പെട്ട് വരാൻ സാധ്യതയുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കി ഇപ്പോൾ KC പക്ഷം അവരെ ബന്ധപ്പെട്ട് തുടങ്ങി. മറുവശത്ത് ശക്തമായ PR ടീമുകൾ KCക്ക് വേണ്ടിയും VDക്ക് വേണ്ടിയും ഒക്കെ കളത്തിലിറങ്ങിയിട്ടുണ്ട്. UDF-ന് ഭൂരിപക്ഷം ലഭിക്കുമെന്നും KC തന്നെ മുഖ്യമന്ത്രിയാകുമെന്നുമാണ് പൊതുവെയുള്ള KC പക്ഷത്തിൻ്റെ പ്രചരണം. VD സതീശന് വേണ്ടിയും ചിലർ അതിശക്തമായ ക്യാമ്പയിന് തുടക്കമിട്ടു. എന്നാൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ഈ ഓട്ട മത്സരത്തിനിടയിൽ VD ഒരു തരത്തിലും തൻ്റെ പ്രതികരണം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടില്ല. KC വേണുഗോപാലും സൂക്ഷ്മതയോടെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ പൂർണ്ണ നിശബ്ദനാണ് രമേശ് ചെന്നിത്തല. PJ കുര്യനടക്കം പല നേതാക്കളും തങ്ങളുടെ മനസ്സിൽ എന്താണ്, മുഖ്യമന്ത്രി കസേരയിൽ ആര് വരണമെന്നതിനെ ചൊല്ലി ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരണം അറിയിച്ചിരുന്നു. K. സുധാകരൻ ഉൾപ്പെടെ പല നേതാക്കളും രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ച് പുറത്തു വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒന്നുറപ്പാണ്, കോൺഗ്രസ് ഏറ്റവും ജാഗ്രത പുലർത്തേണ്ട ഒരു ഘട്ടമാണ്. VD സതീശന് വേണ്ടി ചില പ്രൊഫൈലുകൾ അതിശക്തമായ കുറിപ്പുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നത്. അയാൾ കായംകുള കൊച്ചുണ്ണിയോ അയാൾ ജൂദാസോ ആയിരുന്നില്ല. അയാൾ പട നയിച്ചു. വിജയം അയാൾക്ക് അവകാശപ്പെട്ടതാണ്. അയാളുടെ കൂടെ ഷാഫി പറമ്പിലും മറ്റ് നേതാക്കളുമുണ്ട്.
പക്ഷെ പടത്തലവൻ അയാൾ തന്നെയായിരുന്നു. പട നയിച്ചവൻ നാടിനെയും നയിക്കട്ടെ എന്നാണ് ആ കുറിപ്പുകളിലേറെയും. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഇനി പരസ്യമായ പടവിട്ട് തുടങ്ങുമെന്നുറപ്പാണ്. ഒരുപക്ഷെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കോടികൾ വലിച്ചെറിയാൻ ഇനി മറ്റു സംസ്ഥാനങ്ങളിലെ വ്യവസായ പ്രമുഖർ കൂടി കേരളത്തിലേക്ക് എത്തും. അത്ര എളുപ്പമല്ല ഒരാളെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇരുത്തുക. എങ്കിലും കേരളത്തിന് ഹൃദയബന്ധമുള്ള ഒരാൾ ആ മുഖ്യമന്ത്രി കസേരയിൽ എത്തിയില്ല എങ്കിൽ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് പാർട്ടി പോകും. എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്നതായിരുന്നു ഹൈക്കമാൻഡിന്റെ പൊതു തീരുമാനം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയാവുന്നത് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടയാളാവട്ടെ എന്ന തീരുമാനത്തിൽ ഹൈക്കമാൻഡ് എത്തുമോ? ഇക്കാര്യത്തിലാണ് ഇനി അന്തിമമായി ചില തീരുമാനങ്ങൾ ഹൈക്കമാൻഡിൽ നിന്ന് എന്തുണ്ടാവും എന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഉറ്റുനോക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇതങ്ങനെ ഒരു നടയ്ക്ക് തീരില്ല. വലിയൊരു പൊട്ടിത്തെറിക്ക് മുമ്പുള്ള ചെറിയ സംഘർഷങ്ങളാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.